ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഇത് പാലക്കാടൻ ഗ്രാമത്തിൽ വിളഞ്ഞ കനിവിൻ്റെ കവിത. പരിവർത്തനങ്ങളിലൂടെ രൂപപ്പെട്ടുവന്ന കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികൾ. അക്കിത്തം എന്ന് ആളുകൾ പറയുന്നത് അഗ്നിപ്പത്ത് എന്ന ഒരു ശബ്ദത്തിൻ്റെ കാലാന്തരത്തിലുണ്ടായ രൂപഭേദം എന്ന നിലയിലാണ്. അഗ്നിപ്പത്ത് എന്നായിരുന്നു. അത് പിന്നെ അക്കിത്തത്ത് എന്നായി. പിന്നെ ഒരാളുടെ പേരായിട്ട് മാറുമ്പോഴേക്കും അക്കിത്തം എന്ന് അങ്ങനെ പറയാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് അത് വരുന്നത് എന്ന് പൂർവികന്മാർ പറഞ്ഞ് കേട്ടിട്ട് അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. മനുഷ്യസ്നേഹവും ദൈവവിശ്വാസവും വേർപിരിയാതെ ചേർന്നിണങ്ങിയതാണ് അക്കിത്തത്തിൻ്റെ ജീവിത പശ്ചാത്തലം. ഞാൻ ഈ വേദമൊക്കെ പഠിച്ചിട്ട് കഴിയുമ്പോൾ ഒരു 13-13.5 വയസ്സിൽ സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അച്ഛനത് സമ്മതിക്കുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കണതിനൊന്നും കുഴപ്പമുണ്ടായിട്ടല്ല, സ്കൂളിൽ പോയി ചേർന്ന കുടുംബം മുറിക്കും. കുടുംബം ഇങ്ങനെ കെട്ടിവെക്കുന്ന ആ ഒരു പഴയ പാരമ്പര്യം തുടർന്ന് പോകണം, അതുകൊണ്ട് നീ സംസ്കൃതം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ ഒരു 6 മാസം ഒരു കൊടക്കാട്ട് ശങ്കുണ്ണി നമ്പീശൻ എന്ന് പറഞ്ഞിട്ടാൾ അദ്ദേഹം വന്ന് സംസ്കൃതം പഠിപ്പിക്കാൻ തുടങ്ങി. അതിലൊരു 3 മാസം ജ്യോതിഷവും പഠിപ്പിച്ചു. ഒക്കെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്താണ് ഉണ്ണികൃഷ്ണ മേനോൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സ്കൂളിലത്തെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഒരു പറമ്പിൽ വെച്ച് കാണുന്നത്. അപ്പോൾ എന്താങ്ങനെ ഇരിക്കണ കുന്താ സ്കൂളിൽ ചേരാം. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു, ഞാനാണ് പറയാം, ഞാൻ ഈ 52-53 വയസ്സായി ഇതുവരെ കുടുംബം മുറിച്ചിട്ടില്ല, അധ്യാപകനാണ്, ഏത് സാഹിബിൻ്റെ മുമ്പിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റും. അദ്ദേഹം 5ാം ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാലക്കാട്ട് തുക്കുടി സാഹിബ് ഞങ്ങളുടെ സ്കൂളിൽ വരുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അന്നത്തെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് പോലും വിഷമമാണ്. ആ കാലത്തെ ഇംഗ്ലീഷിൻ്റെ ആളുകളുടെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ഭംഗിയായിട്ട് സംസാരിക്കും. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ നല്ല അധ്യാപകനാണ്. കുടുംബമൊക്കെ കെട്ടി വെച്ച്. അപ്പം ഇവർ പറഞ്ഞു, അങ്ങനൊന്നും പരിഭ്രമം വേണ്ട, ഞാൻ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം, അങ്ങോട്ട് വന്നേക്കാം. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം വന്നിട്ട് അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ മാഷ് പറയാച്ചാൽ പഠിപ്പിച്ചോളൂ, മാഷെന്നെ പഠിപ്പിച്ചോളൂ ഇംഗ്ലീഷ്. അങ്ങനെ മാസ്റ്റർ വന്നിട്ട് പിന്നെ ഒരു കൊല്ലം ട്യൂഷൻ ഉണ്ടായി ഇംഗ്ലീഷിൻ്റെ കണക്കും. അത് കഴിഞ്ഞ് 3rd 4th പോയി ചേർന്നു. അനുകമ്പയും സ്നേഹവുമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന ലാഭം. നമുക്കതുണ്ടെങ്കിൽ മാത്രമേ ബാക്കി നിൽക്കുന്നു. മറ്റൊക്കെ പോവും, നഷ്ടപ്പെടും. കാണുന്ന ഈ ഭൗതികതയൊക്കെ നിസ്സാരമാണ് എന്നൊരു ബോധം ഈ മുൻ തലമുറകളിൽ നിന്ന് കിട്ടിയതിൻ്റെ രൂപാന്തരമായിട്ടാണ് ഞാൻ ഈ കവിതയിലൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആദ്യം ഞാൻ വന്ന കവിതയെല്ലാം എഴുതി ചിത്രമാണ് വരച്ചത്. അത് 3 വയസ്സ് 4 വയസ്സിലൊക്കെ ഇങ്ങനെ വെറുതെ ചിത്രങ്ങൾ വരയ്ക്കും. മണലിലൊക്കെ കരിക്കട്ടുകൊണ്ട് ചുമരിലൊക്കെ വരയ്ക്കും. അങ്ങനെ ഒരു ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7.5 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഈ വരുന്ന നിങ്ങൾ കണ്ട ഹരിമംഗലത്ത് അമ്പലത്തിൽ കുളത്തിൽ കുളിക്കുമ്പോൾ അവിടെ അമ്പലത്തിൻ്റെ 4 ഭാഗത്തും കരിക്കട്ട കൊണ്ട് തന്നെ വരച്ചിട്ടുണ്ട് കുട്ടികൾ. അപ്പം അതിലുള്ള പ്രതിഷേധമായിട്ടാണ് ഞാൻ അന്ന് കുളിച്ച് വന്നിട്ട് ഇവിടെ വരച്ചു. അമ്പലങ്ങളിൽ ഈ വണ്ണം തുമ്പില്ലാതെ വരയ്ക്കൊടിൽ വമ്പനാം ഈശ്വരൻ വന്നിട്ട് എമ്പാടും നാശമാക്കരുത് എന്നോട് അച്യുതൻ ഇനി. അത് ഇംഗ്ലീഷിലായിരുന്നു. അത്രയും അക്ഷരങ്ങളെ എനിക്ക് അറിയുള്ളൂ ഇംഗ്ലീഷിലാ സമയത്ത്. ആധ്യാത്മികതയുടെ ഒരന്തരീക്ഷം
ജീവിതത്തിലുടനീളം ഇദ്ദേഹം നിലനിർത്തുന്നു. ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പുതിയ വിവർത്തന സംരംഭങ്ങൾ. ഭാഗവത വിവർത്തനത്തിന് അവതാരിക എഴുതിയത് പനോളിയാണ്, പനോളി. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോട് പണ്ട് കൊല്ലങ്കോട് ഗോപാലൻ നായർ ആണ് മലയാളത്തിലെ ഏറ്റവും നല്ല വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് ഈ ഭാഗവതന്. അദ്ദേഹം പറയാറുണ്ട്, ഭാഗവതം മുഴുവൻ അങ്ങോട്ട് ചെയ്ത് ഒരു തവണ വായിച്ച് പഠിച്ച് അതിൽ തന്നെ ലയിച്ച് അങ്ങനെ ഒരു കർമ്മം ചെയ്ത് തീർത്താൽ പിന്നെ ആ ആൾക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ലേ, ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നതിലൊരു അതുപോലെ യജ്ഞത്തിന് ഇനി എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് നിശ്ചയില്ല എന്നുള്ളൊരു സൂചന അതിൽ ആ അവതാരികയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്. അത് വല്ലപ്പോഴൊക്കെ സൗകര്യം കിട്ടുമ്പോൾ ഭർതൃഹരിയുടെ ഈ നീതി ശതകം അങ്ങനെ ഉണ്ടല്ലോ, ഒരു 100-300 ശ്ലോകം ഉണ്ടായിരുന്നു. 100-150 ശ്ലോകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നീതി ശതകം, പിന്നെ ശൃംഗാരം, പിന്നെന്താ പുസ്തകം ഇവിടെ ഉണ്ട്. എന്താ അതിൻ്റെ അതൊക്കെ ശതകങ്ങളാണ്. ശൃംഗാര ശതകം, പിന്നെ ധർമ്മോ അങ്ങനത്തെ വേറൊരു ഇതുണ്ട്. അല്ല അത് അങ്ങനെ വല്ലപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നല്ല, അതുപോലെ വല്ലപ്പോഴും ചെയ്യുന്ന രീതിയിൽ ഈ പഞ്ചതന്ത്രം, കുഞ്ചനമ്പ്യാരുടെ പഞ്ചതന്ത്രം ഉണ്ട്. അതിങ്ങനെ ഒരു പഴയ രീതിയിലുള്ള ദ്രാവിഡ വൃത്തത്തിലുള്ള രചനകളാണ്. ഇപ്പം ഞാൻ ദ്രാവിഡ വൃത്തമോ സംസ്കൃത വൃത്തമോ നോക്കാറില്ല. നോക്കാതെ അതിനൊരു ആധുനികത അതിൻ്റെ രചനയിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എഴുതപ്പെട്ട ഒരു കൃതിയാണെന്ന് തോന്നത്തക്കവണ്ണം വാക്കുകളുടെ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അങ്ങനെ ഒരു പുതിയ ഡിസൈനോട് കൂടിയിട്ട് ആ കഥകൾ ഒരു 8-10 എണ്ണം കഥകൾ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മുഴുവനായാൽ വേണമെങ്കിൽ അതൊരു 10-100 കഥയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ എണ്ണി നോക്കിയിട്ടുമില്ല. അതിൽ ഗദ്യത്തിലൊക്കെ ഉള്ളത് വന്നിട്ടുണ്ട്. പിന്നെ കുഞ്ചനമ്പ്യാരുടേതാണ് ഞാൻ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഗദ്യത്തിൽ 2-3 ആളും മലയാളത്തിൽ എൻ്റെ ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് മറന്നിട്ട് നമ്മളതിൻ്റെ മനസ്സിലൊരു റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പറയുന്ന ഒരു തീമായിരിക്കും അത്. പഴയ രീതിയിലുള്ളതല്ല, അതന്നെ കഥ. പക്ഷേ അത് കൂടുതൽ സാധാരണക്കാരൻ്റെ മനസ്സിൽ പതിയുന്ന രീതിയിലും കാവ്യാത്മകമായിട്ടും എത്രത്തോളം അതിൽ കാവ്യാത്മകത കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം അത് കൊണ്ടുവന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവസാനിക്കാൻ പോകുന്നുണ്ടോയെന്ന് അറിയില്ല.